മലയാള സിനിമയ്ക്ക് 2024 അവസാനവും 2025 തുടക്കവും ശുക്രദശ തന്നെയാണ്. കാരണം മിന്നുന്ന വിജയം സ്വന്തമാക്കിയാണ് മിക്ക മലയാള സിനിമകളും ഇറങ്ങിയത്. ഡിസംബർ, ജനുവരി മാസങ്ങളിലായി തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങളാണ് ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രവും ഹനീഫ തേനി, ഉണ്ണിമുകുന്ദൻ കൂട്ടുകെട്ടിൽ പിറന്ന മാർക്കോയും. ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാൻ ഇരു ചിത്രങ്ങൾക്കും സാധിച്ചു. ഡിസംബർ 20 മാർക്കോ തിയേറ്ററുകളിൽ എത്തിയത്. ജനുവരി 9 രേഖാചിത്രവും എത്തി. ഇരു ചിത്രങ്ങളും ഇപ്പോഴും ബോക്സ് ഓഫീസിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. മാർക്കോ ഇതിനകം ബോക്സ് ഓഫീസിൽ നിന്നും 116 കോടിയിലധികം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം 50 കോടിക്ക് മേലെയാണ് രേഖാചിത്രത്തിന്റെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ. മാർക്കോ ആക്ഷന് ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രമാണ്. ഇതിലെ സംഘടനകൾ ഒരുക്കിയത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലെ കിങ്സ്റ്റൺ ആണ്. ഈ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ പടമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മാർക്കോയുടെയും രേഖാചിത്രത്തിന്റെയും OTT റിലീസുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത്. സോണി ലിവിലാണ് രേഖാചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയതെന്നാണ് OTT പ്ലേ റിപ്പോർട്ട് പറയുന്നത്. ഫെബ്രുവരി അവസാനമോ അല്ലെങ്കിൽ മാർച്ചിന്റെ തുടക്കത്തിലോ ആയി രേഖാചിത്രം OTTയിൽ പ്രതീക്ഷിക്കാമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ രേഖാചിത്രത്തിന്റെ OTT റിലീസ് തീയതിയെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സോണി ലിവ് തന്നെയാണ് മാർക്കോയുടെ OTT അവകാശം സ്വന്തമാക്കിയതെന്നാണ് മറ്റൊരു റിപ്പോർട്ടുകൾ പറയുന്നത്. തിയേറ്റർ റിലീസിന് മുന്നോടിയായി സെൻസർ ബോർഡ് ലിമിറ്റഡ് ചെയ്തു മാറ്റിയ സീനുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് മാർക്കോ OTTയിൽ എത്തുകയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും മാർക്കോ OTTയിലും ലഭ്യമാകും. അധികം വൈകാതെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.